തിരുവിതാംകോട് രാജാവായിരുന്ന, അതായത് മാർത്താണ്ഡവർമ്മയുടെ അമ്മാവനായിരുന്ന, രാമൻ തമ്പിയുടെയും പപ്പുത്തമ്പിയുടെയും പിതാവായിരുന്ന ബാലരാമവർമ്മ അന്തരിച്ചു. സ്വാഭാവികമായും മരുമക്കത്തായ സമ്പ്രദായം നിലവിലിരിക്കുന്നത് കൊണ്ട് തന്നെ രാമവർമ്മയുടെ കസേര കിട്ടേണ്ടത്, അല്ലെങ്കിൽ അധികാരം കിട്ടേണ്ടത് അനന്തരവനാണ്, മക്കൾക്കല്ല. അതുപോലെ തന്നെ ഈ അമ്മാവൻ്റെ സ്വത്തുക്കളുടെ അവകാശിയും അനന്തരവനാണ്, മക്കളല്ല. കാരണം ഇവിടെ മരുമക്കത്തായമാണ്, മരുമക്കൾക്കാണ് സർവ്വ അവകാശങ്ങളും സർവ്വ അധികാരങ്ങളും കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ ബാലരാമവർമ്മയുടെ സ്വത്തുക്കൾ, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ വിളപ്പിൽ ഭാഗത്തുള്ള സ്വത്തുക്കൾ, മണക്കാട്ടുള്ള സ്വത്തുക്കൾ, നെയ്യാറ്റിൻകരയുള്ളത്, നാഞ്ചനാട്ടുള്ളത് കഴിഞ്ഞ ആയിരക്കണക്കിന് ഏക്കർ നിലങ്ങളും സ്വത്തുക്കളും എല്ലാം മാർത്താണ്ഡവർമ്മയ്ക്കോ മാർത്താണ്ഡവർമ്മയുടെ ജ്യേഷ്ഠനുമായ അനന്തരവന്മാർക്ക് നിയമപരമായി ചെല്ലും. രാമൻ തമ്പിക്കും പപ്പു തമ്പിക്കും കിട്ടുകയില്ല എന്ന് മാത്രമല്ല, അധികാരവും കിട്ടില്ല. അധികാരം പോകുന്നത് അനന്തരവർക്കാണ്. അവിടെയാണ് ഈ മാർത്താണ്ഡവർമ്മയുടെ അമ്മാവനായ രാമൻ തമ്പിയുടെയും പപ്പുത്തമ്പിയുടെയും അച്ഛനായ ബാലരാമവർമ്മ മരിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാർത്താണ്ഡവർമ്മയ്ക്കൊരു ജ്യേഷ്ഠനുണ്ടായിരുന്നു, ഇരണിയൽ രാജകുമാരൻ, ഒന്നാമത്തെ യുവരാജാവ്, മൂത്തയാളെന്നുള്ള നിലയിൽ. ഇദ്ദേഹം മരിച്ച ഉടൻ തന്നെ, ബാലരാമവർമ്മ മരിച്ചെന്ന് തന്നെ രാമവർമ്മ അധികാരത്തിലെത്തി. പ്രശ്നങ്ങൾ ഉരുണ്ടുകൂടാൻ തുടങ്ങി. പക്ഷേ 19-ാം ദിവസം, അദ്ദേഹം അധികാരമേറ്റ് 19-ാം ദിവസം രാമവർമ്മ മരിച്ചു. പസൂരി ഒന്നാണ് മരിച്ചത്. ഡച്ച് രേഖകളിൽ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 19 കഴിഞ്ഞിട്ട് അടുത്ത അധികാരമേറ്റത് കോലത്തിരിയിൽ നിന്നും ദത്തെടുത്ത് മരുതൂർ കുളങ്ങര, അതായത് കരുനാഗപ്പള്ളി യുവരാജാവായിരുന്ന തലശ്ശേരി പ്രിൻസ് എന്ന് പേരുള്ള മറ്റൊരു രാമവർമ്മയാണ്. അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, അമ്മാവൻ, അതായത് മരിച്ചുപോയ ബാലരാമവർമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് ദേശിങ്ങനാട് രാജ്യം, അതായത് കൊല്ലം രാജ്യത്തിൻ്റെ വേണാടിൻ്റെ കൈവഴിയായ മരുതൂർ കുളങ്ങര അഥവാ കരുനാഗപ്പള്ളിയിൽ രാജസ്ഥാൻ ഒഴിവന്നു. ഇതിനകത്ത് അന്നേരം ആ സ്ഥാനത്തേക്ക്, കരുനാഗപ്പള്ളിയിലേക്ക് ദത്തെടുക്കപ്പെട്ട രണ്ടാളുകൾ, ഒന്നൊരു സ്ത്രീയും ഒന്നൊരു പുരുഷനും. പുരുഷൻ ഈ പറഞ്ഞ പോലെ തലശ്ശേരി പ്രിൻസാണ്. അദ്ദേഹം തലശ്ശേരി പ്രിൻസ് എന്നറിയപ്പെടുന്നതിന് കാരണം കുടുംബവുമായി അടികൂടി ബ്രിട്ടീഷുകാരുടെ തണലിൽ തലശ്ശേരി കോട്ടയിലായിരുന്നു അദ്ദേഹം അവസാന കാലത്തൊക്കെ ജീവിച്ചിരുന്നത്. അങ്ങനെ തലശ്ശേരി പ്രിൻസിനെ നമ്മുടെ മരുതൂർ കുളങ്ങര അഥവാ കരുനാഗപ്പള്ളിയിലേക്ക് കൊണ്ടുവരുന്നു. ഈ കരുനാഗപ്പള്ളിയിലെ ഈ തലശ്ശേരി പ്രിൻസിനെയാണ് തിരുവിതാംകൂർ രാജാവായി അടുത്ത് നിയമിച്ചത്. അതിന് 2-3 കാരണങ്ങളുണ്ട്. അതുകൂടി പറഞ്ഞാലേ നമുക്കിത് പൂർത്തിയാക്കാൻ പറ്റും. 1662 അതായത് മാർത്താണ്ഡവർമ്മ ജനിക്കുന്നതിനും ഏകദേശം 10-75 കൊല്ലങ്ങൾക്ക് മുമ്പ്, 10-40 കൊല്ലങ്ങൾക്ക് മുമ്പ്, തൃപ്പാപ്പൂർ, അതായത് തിരുവിതാംകോട് രാജാവും കൊട്ടാരക്കര രാജാവും കൊല്ലം ദേശിങ്ങനാട്ട് രാജാവും നെടുമങ്ങാട് രാജാവുമായി ഒരു എഗ്രിമെൻ്റ് ഒപ്പിട്ടു. ആ എഗ്രിമെൻ്റ് ഇതാണ്, മൊഴിയോല എന്നാണ് അതിന് ശാസ്ത്രീയമായി കൊടുത്തിരിക്കുന്ന പേര്. ഇല്ല, ഈ മതിലകൻ രേഖകൾ കൊടുക്കുന്ന മൊഴിയോല എന്ന്. ആ മൊഴിയോല ഈ പറയുന്നത്, ഏറ്റവും വലിയ പ്രവിശ്യയായ, ഏറ്റവും വലിയ കൈവഴിയായ തൃപ്പാപ്പൂരിൽ ഒഴിവ് വരുമ്പോൾ ഈ 4 താവഴിയിലും പെട്ട പ്രായം ചെന്ന പുരുഷൻ അധികാരം കൈമാറണം. ഈ 4 താവഴിയിലും പെട്ട തലമൂത്ത പുരുഷന് കൈമാറണം. അങ്ങനെയെങ്കിൽ അത് മാർത്താണ്ഡവർമ്മയ്ക്ക് കിട്ടണം. പക്ഷേ ഈ കൊല്ലത്തിൻ്റെ മറ്റൊരു താവഴിയായ മരുതൂർ കുളങ്ങരയിലിരിക്കുന്ന ചിത്രരാജ എന്നുകൂടി പേരുള്ള തലശ്ശേരി പ്രിൻസിന് കൊടുക്കാനാണ് തീരുമാനമെടുത്തത്. അതിനവർ പറഞ്ഞ 8.5 യോഗക്കാരും ബാക്കിയുള്ള ആളുകളെ കൂടെ എടുത്ത തീരുമാനമാണ്. അന്ന് അവർ പറഞ്ഞ ന്യായം, ദത്ത് വന്നവനാണെങ്കിലും പ്രായം കൊണ്ട് മൂത്തയാളാണ്, അതുകൊണ്ട് കൊടുക്കണം. മാർത്താണ്ഡവർമ്മയുടെ ന്യായം അതല്ല, ദത്ത് വന്നയാളാണ്, ഇവിടെ ജനിച്ച ആളല്ല, അതുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല, എനിക്ക് കിട്ടണം. ഇതാണ് ആദ്യമായി ഉണ്ടാകുന്ന തർക്കം. അല്ല, 8 വീട്ടിപ്പിള്ളമാരൊക്കെ വരുന്ന വളരെ പിന്നീടാണ്. അത് 1729. അതിൻ്റെ ഒരു ഇത് നമ്മൾ കാണുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, 904, അതായത് 1729 ഫെബ്രുവരി 8-ാം തീയതി അമ്മാവൻ മരിക്കുന്നു.
മാർത്താണ്ഡവർമ്മ അധികാരത്തിലേറുന്നത് 1729 ഒക്ടോബറിലാണ്. അപ്പോൾ ഫെബ്രുവരി മുതൽ ഒക്ടോബർ വരെ ഏതാണ്ട് 7-8 മാസക്കാലം രാജ്യം അനാഥമായിരുന്നു നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം മാർത്താണ്ഡവർമ്മയുടെ ജ്യേഷ്ഠനായ രാമവർമ്മ 19 ദിവസം ഭരിച്ചുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ദിവസം ആര് ഭരിച്ചു എന്നുള്ളൊരു തർക്കം ഉദിക്കുന്നുണ്ട്. ആ തർക്കത്തിൻ്റെ പരിഹാരമാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ തലശ്ശേരി പ്രിൻസിനെ 8 യോഗക്കാരും കുടുംബാംഗങ്ങളും ചേർന്ന് രാജാവായി വാഴിക്കുന്നു. മാർത്താണ്ഡവർമ്മ എതിർക്കുന്നു. മാർത്താണ്ഡവർമ്മ എതിർത്തപ്പോൾ അധികാരത്തിലേറിയ തലശ്ശേരി പ്രിൻസിനോടൊപ്പം നാട്ടിലെ പിള്ളമാർ സംഘടിക്കുകയും മാർത്താണ്ഡവർമ്മയെ കൊല്ലുന്നതിന് പദ്ധതിയിടുകയും ചെയ്തു. അങ്ങനെ മാർത്താണ്ഡവർമ്മ ഒളിവിൽ പോകുന്നു. ആ ഒളിവിൽ പോയ മാർത്താണ്ഡവർമ്മയെ 4 ദിവസം വനത്തിനകത്ത് സംരക്ഷിച്ചു നിർത്തി പാണ്ഡ്യയിൽ കൊണ്ടുവന്ന് രക്ഷിച്ചതിൻ്റെ വിവരങ്ങൾ മാർത്താണ്ഡവർമ്മ തന്നെ തുല്യം ചാർത്തിയ പട്ടയത്തിലുണ്ട്. അതായത് മാർത്താണ്ഡവർമ്മയെ കൊല്ലാൻ ഈ പിള്ളമാർ പാഞ്ഞു നടക്കുമ്പോൾ മാർത്താണ്ഡവർമ്മ നേരെ കാണിക്കാരുടെ ഇടയിലേക്ക് അമ്പൂരിക്കടുത്തുള്ള ദ്രവ്യപ്പാറ കടന്ന് അവിടെ കാണിക്കാരുടെ സെറ്റിൽമെൻറ്റ് ഏരിയയിലേക്ക് ചെല്ലുന്നു. അവിടെ വെച്ച് മാർത്താണ്ഡവർമ്മ തന്നെ അതിനകത്ത് ആ പട്ടയത്തിൽ പറഞ്ഞു, നമ്മെ 4 ദിവസം കാത്ത് രക്ഷിച്ച് പാണ്ഡ്യയിൽ കൊണ്ടുവന്ന് രക്ഷിച്ച നന്ദിക്കാകെ ആണ് 3600 ഏക്കർ ചാർത്തി കൊടുക്കുന്നത്. പിന്നീട് ആ പട്ടയത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, മുൻട്ര നാടുവാഴിയും കൂട്ടുകാരൻ നമ്മെ കൊല്ലുവാനായി വന്നപ്പോൾ എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ മുൻട്ര നാടുവാഴി എന്ന് പറയുന്നത് ഒരു കാരണവശാലും സ്വന്തം ജ്യേഷ്ഠനല്ല. അദ്ദേഹം 19 ദിവസം കഴിഞ്ഞുടനെ അദ്ദേഹം മരിച്ചു. പിന്നെ വന്ന മുൻട്ര നാടുവാഴി എന്ന് പറയുന്നത് ഈ തലശ്ശേരി പ്രിൻസാണ്. ഈ തലശ്ശേരി പ്രിൻസും പ്രിൻസിനോടൊപ്പമുള്ള ആളുകളും കൂടി ചേർന്ന് മാർത്താണ്ഡവർമ്മയെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് ഈ കാണിക്കാരാണ്. ആ കാണിക്കാർക്ക് പതിച്ചു കൊടുത്ത പട്ടയത്തിൻ്റെ പകർപ്പ് നെയ്യാറ്റിൻകര കോടതിയിൽ നമുക്ക് ലഭ്യമാണ്. അവരുമായി ബന്ധപ്പെട്ട കേസ് ആ രേഖ അവിടെ കിടപ്പുണ്ട്. അങ്ങനെയാണ് ആ മാർത്താണ്ഡവർമ്മയ്ക്ക് ആദ്യം സംഭവിച്ചത്. എന്നാൽ ഒക്ടോബറോടുകൂടി തലശ്ശേരി പ്രിൻസ് മരിച്ചു. എങ്ങനെ മരിച്ചു എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു തെളിവില്ല. അദ്ദേഹം മരിച്ചതിന് ശേഷം മാർത്താണ്ഡവർമ്മ അധികാരത്തിലേക്ക് വരും. മാർത്താണ്ഡവർമ്മ 1729 ഒക്ടോബർ മാസത്തിൽ തിരുവിതാംകൂർ രാജാവായി അദ്ദേഹം അധികാരം ഏൽക്കുകയാണ്. അധികാരമേറ്റ ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വീട്ടുകാരും നാട്ടുകാരും പറഞ്ഞു പഠിപ്പിച്ച പഴയ പരശുരാമ ക്ഷേത്രമാണ് മനസ്സിലേക്ക് പതിഞ്ഞത്. അങ്ങനെ പരശുരാമൻ്റെ കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് രൂപപ്പെട്ട് വരികയാണ്. അതിന് അദ്ദേഹം ആദ്യം ചെയ്തത് അമ്മാവൻ്റെ വക മുഴുവൻ സ്വത്തുക്കളും അധികാരങ്ങളും കൈയടക്കുകയാണ്. അങ്ങനെ അമ്മാവൻ്റെ പേരിൽ മരിച്ചുപോയ ബാലരാമവർമ്മ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലായി സമ്പാദിച്ചു കൂട്ടിയ സ്വത്തുക്കളൊക്കെ അനന്തരവൻ എന്നുള്ള പേരിൽ ആ സ്വത്തുക്കൾ മുഴുവൻ കൈയടക്കി. അധികാരം, അമ്മാവൻ്റെ അധികാരവും മാർത്താണ്ഡവർമ്മയുടെ കയ്യിലേക്ക് ഒതുക്കി. അപ്പോൾ ഇവിടെ നമുക്ക് തോന്നാം മാർത്താണ്ഡവർമ്മ കാണിച്ചത് മുഴുവൻ രാജ്യദ്രോഹമല്ലേ, അല്ലെങ്കിൽ ബന്ധുക്കളോട് കാണിച്ച വലിയ ദ്രോഹമല്ലേ എന്ന് തോന്നാം. പക്ഷേ നിയമം മാർത്താണ്ഡവർമ്മയുടെ ഭാഗത്താണ്. നിയമം അനുസരിച്ച് അമ്മാവൻ്റെ സ്വത്ത് അനന്തരവന് കിട്ടണം. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഈ രാമൻ തമ്പിയും പപ്പു തമ്പി എന്ന് പറയുന്ന തമ്പി രാമനും തമ്പി ആദിച്ചനും മാർത്താണ്ഡവർമ്മ ഒളിവിൽ പോയപ്പോൾ മാർത്താണ്ഡവർമ്മയെ രക്ഷിച്ചില്ല എന്ന് മാത്രമല്ല, മാർത്താണ്ഡവർമ്മയ്ക്കെതിരായ ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് രാമൻ തമ്പിയെയും പപ്പു തമ്പി ശത്രുസ്ഥാനത്ത് മാർത്താണ്ഡവർമ്മ നിർത്തുന്നതിന് കാരണം. അന്ന് എട്ടരയോക്കാരും പിന്നെ എട്ടുവീട്ടിപ്പിള്ളമാരും ഒന്നും ചിത്രത്തിലില്ല. ആദ്യത്തെ ശത്രുക്കളായി മാറിയത് ഈ രാമൻ തമ്പിയും പപ്പു തമ്പി എന്ന് പറയും തമ്പി രാമനും തമ്പി രാമൻ ആദിച്ചനുമാണ്. ഇവരുടെ സ്വത്തുക്കൾ മുഴുവൻ പിടിച്ചെടുത്തതിന് ശേഷം അതോടുകൂടി രാമൻ തമ്പിയും പപ്പു തമ്പിയും എന്ന് പറയുന്ന ഈ 2 തമ്പിമാരും മച്ചമ്പിമാരെന്നാണ് അവരെ ഇതിനകത്ത് പറയും. അവർ നിലനിൽപ്പിന് വേണ്ടി അവർക്ക് പറ്റുന്നൊരു കുഴപ്പം ഇവിടെ മരുമക്കത്തായമായതുകൊണ്ട് തന്നെ അച്ഛൻ്റെ സ്വത്തുക്കൾക്ക് അവകാശമില്ല, അമ്മയ്ക്കാണെങ്കിൽ സ്വത്തുമില്ല. തമിഴ്നാട്ടിൽ മക്കത്തായമാണ്.
അവിടെ അച്ഛൻ്റെ സ്വത്തിന് അവകാശമുള്ള അമ്മയുടെ സ്വത്തിന് അവകാശമല്ല. അതുകൊണ്ട് അമ്മയ്ക്ക് അവിടെ സ്വത്ത് ഉണ്ടെങ്കിൽ പോലും കിട്ടാനില്ല. ഫലത്തിൽ ഇവർക്ക് തമിഴ്നാട്ടിൽ നിന്നും ഒന്നും കിട്ടാനില്ല, ഈ സ്വന്തം നാട്ടിൽ നിന്നും ഒന്നും കിട്ടാനില്ല. അപ്പോൾ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് അവർ നടത്തിയത്. അങ്ങനെ ഈ രാമൻ തമ്പിയും പപ്പും തമ്പിയും നേരെ മധുരയിലേക്ക് ചെല്ലുന്നു. മധുര ദളവയായിരുന്ന അഴകപ്പ മുതലിയാരുമായി ഒരു സന്ധി ഉണ്ടാക്കി. സന്ധി ഇതാണ്: അഴകപ്പ മുതലിയാർ അധികാരം പിടിച്ചു കൊടുത്താൽ 4 ദിവസം നാഞ്ചിനാട് കൊള്ളയടിക്കാനുള്ള അവകാശം കൊടുക്കും. ഇതാണ് അന്നത്തെ വ്യവസ്ഥ. ഏതാണ് 4 ദിവസം നാഞ്ചിനാട് കൊള്ളയടിക്കാനുള്ള അവകാശം. മാർത്താണ്ഡവർമ്മയെ പുറത്താക്കി അധികാരം കിട്ടണം. അങ്ങനെ അഴകപ്പ മുതലിയാർ ഇവിടെ വരുന്നു. യുദ്ധമൊന്നും വേണ്ടി വന്നില്ല. അതിനു മുമ്പ് തന്നെ മാർത്താണ്ഡവർമ്മ കീഴടങ്ങി. മാർത്താണ്ഡവർമ്മ കീഴടങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഇതാണ്: നിങ്ങൾ തിരുവിതാംകൂട് വിട്ടുപോകണം. തിരുവിതാംകൂർ എന്നായിട്ടില്ല, തിരുവിതാംകൂട് വിട്ടുപോകണം, കൊല്ലത്തേക്ക് പോകണം. തിരുവിതാംകൂറിൻ്റെ മറ്റൊരു താവഴിയായ ദേശിങ്ങനാട്, അതായത് കൊല്ലത്തേക്ക് പോകണം. ഇവിടെ തൽക്കാലം തമ്പിമാർ ഭരിക്കട്ടെ. ആ വ്യവസ്ഥയിൽ മാർത്താണ്ഡവർമ്മ കൊല്ലത്തേക്ക് പോവുകയും തമ്പിമാർ ഇവിടെ അധികാരത്തിൽ എത്തുകയും ചെയ്യും. അങ്ങനെ കൊല്ലത്തെത്തിയ മാർത്താണ്ഡവർമ്മ അധികാരമാണ് വിടുന്നത്, ഇതില്ല. അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് വടയാറ്റുപിള്ളയെന്നും ചാണാക്കുപിള്ളയെന്നും പറയുന്ന 2 പ്രഗത്ഭരായ കളരി ആശാന്മാർ, മാത്രമല്ല അവർക്ക് നിരവധി, അതായത് ഡസൻ കണക്കിന് കളരികൾ അവർക്ക് സ്വന്തമായിട്ടുണ്ട്. ഒരുപാട് പടയാളികളെയും അഭ്യാസികളെയൊക്കെ വാർത്തെടുക്കുന്ന 2 ആളുകളാണ് വടയാറ്റുപിള്ളയും ചാണാക്കുപിള്ളയും. ഈ വടയാറ്റുപിള്ളയും ചാണാക്കുപിള്ളയുമായി ഒരു കരാറുണ്ടാക്കുകയും ആ കരാറിൻ്റെ പേരിൽ അവർ തിരിച്ച് തിരുവിതാംകൂറിലേക്ക് വരികയും തിരുവിതാംകൂറിൽ നിന്ന് രാമൻ തമ്പിയെയും പപ്പുത്തമ്പിയെയും, അതായത് തമ്പി രാമനെയും തമ്പി രാമനാഥനെയും പുറത്താക്കി അധികാരം പിടിച്ചു. ഈ തമ്പിമാർ വീണ്ടും മധുരയിൽ ചെല്ലുന്നു. അഴകപ്പ മുതലിയാരെ കാണുന്നു. അഴകപ്പ മുതലിയാർ വീണ്ടും വരുന്നു, അധികാരം തിരിച്ചു പിടിക്കുന്നു. അങ്ങനെ ഒരു ബഹളമൊക്കെ നടന്ന് അവസാനം ഈ അധികാരം നിർത്തിക്കൊണ്ട് മാർത്താണ്ഡവർമ്മ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം ഇതാണ്: തമ്പിമാരെ വകവരുത്തുക. കാരണം തമ്പിമാർ ജന്മം കൊണ്ട് അമ്മ വഴി തമിഴരാണ്. അതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള സഹായം എപ്പോഴും തമ്പിമാർക്ക് അവകാശപ്പെടാം. മാത്രമല്ല, തമ്പിമാർ ജനിച്ചത് അത്രയും പ്രാമാണികമായൊരു കുടുംബത്തിലാണ്, സേലത്തെ ഏറ്റവും വലിയൊരു കുടുംബത്തിലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വാധീനിക്കാൻ കഴിയും. അതുകൊണ്ട് തമ്പിമാരെ വകവരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പദ്ധതികൾ ആസൂത്രണം ചെയ്തു. നാഗർകോവിൽ കൊട്ടാരത്തിൽ വെച്ചിട്ട് ഈ 2 തമ്പിമാരെയും കാണണമെന്നുള്ള ആഗ്രഹം മാർത്താണ്ഡവർമ്മ ഈ തമ്പിമാരെ അറിയിച്ചു. തമ്പിമാർ 2 പേരും വന്നു. ആദ്യത്തെ തമ്പി മാർത്താണ്ഡവർമ്മയെ കാണുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് പോകവേ അംഗരക്ഷകർ അദ്ദേഹത്തെ ചെറുത്ത് നിർത്തി. അങ്ങനെ ചെറുത്ത് നിർത്തി, അത് രാജാവിൻ്റെ സ്വന്തം മച്ചമ്പിയാണ് ചെറുത്ത് നിർത്തിയിരിക്കുന്നത്. അങ്ങനെ അംഗരക്ഷകരും തമ്പിയുമായി വാക്കേറ്റമായി, അവസാനം അത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബഹളത്തിൽ ഈ അംഗരക്ഷകരുടെ വാളിൻ്റെ വെട്ടുകൊണ്ട് തമ്പി മരിച്ചു. ഇത് നേരത്തെ ആസൂത്രണം ചെയ്തതാണ്. അംഗരക്ഷകരോട് പറഞ്ഞിരുന്നു, എന്നെ കാണാൻ വേണ്ടി തമ്പി വരുമ്പോൾ അത് ചെറുക്കണം. അദ്ദേഹത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് അദ്ദേഹം നിങ്ങളുമായി കയർക്കും, നിങ്ങൾ ഏറ്റുമുട്ടണം. ആ ഏറ്റുമുട്ടലിൽ അദ്ദേഹത്തിനെ വകവരുത്തണം. അതുപോലെ തന്നെ സംഭവിച്ചു. അലർച്ചയും വിളിയും ബഹളവും കേട്ട് പുറത്തു നിന്നിരുന്ന 2ാമത്തെ തമ്പി രാമനാദിച്ചൻ, അദ്ദേഹം മതിൽ ചാടി അകത്ത് കയറി നേരെ രാജാവിൻ്റെ മുറിയിലേക്ക് പാഞ്ഞെടുത്തപ്പോഴും രാജാവിൻ്റെ അംഗരക്ഷകർ ഇദ്ദേഹത്തെ പിടിച്ചു നിർത്തുമ്പോൾ മാർത്താണ്ഡവർമ്മ അരയിൽ തിരികെയിരുന്ന കത്തിയെടുത്ത് അദ്ദേഹത്തെ കുത്തിക്കൊല്ലുകയാണ് ഉണ്ടായത്. അങ്ങനെ 2 തമ്പിമാരും മരിച്ചു വീണു. അപ്പോൾ അതിന് മാർത്താണ്ഡവർമ്മ 2ാമത്തെ തമ്പിയെ കൊന്നതിന് ശേഷം അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗുണ്ട്. അത് ഇവർക്കെല്ലാം ജനിച്ചപ്പോൾ തന്നെ ഉള്ള ജാതക ഫലമാണിത്. ഇത് ദൈവവിധിയാണ്. ഇതിങ്ങനെയൊക്കെ സംഭവിക്കണമുള്ളത്. ഞാൻ അതിനൊരു നിമിത്തമായി എന്നേ ഉള്ളൂ എന്നാണ്. അങ്ങനെ തമ്പിമാരെ 2 പേരെയും വകവരുത്തിയപ്പോൾ മാർത്താണ്ഡവർമ്മയ്ക്ക് ഭാഗികമായി ഒരാശ്വാസമായി. കാരണം കാര്യങ്ങൾ ഇനി മുമ്പോട്ട് നടക്കും. അതിനുവേണ്ടി അദ്ദേഹം ആദ്യം കണ്ടുവച്ചത് സ്വന്തം അമ്മ വീടായ ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ നിന്ന്
സ്വന്തം സഹോദരിയായ കാർത്തിക തിരുനാളിനെയും 6 വയസ്സുള്ള മകനെയും അവിടെ നിന്ന് കടത്തി നേരെ തിരുവനന്തപുരത്ത് പുത്തൻകോട്ടയിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. അതെന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ, അമ്മ മഹാറാണിയെയും മകനെയും അവിടെ നിന്ന് മാറ്റിയാൽ പിന്നെ ആറ്റിങ്ങൽ കീഴടക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ആറ്റിങ്ങലിൽ പിന്നെയുള്ള 8 വീട്ടിപ്പിള്ളമാരാണ്. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെ 8 വീട്ടിപ്പിള്ളമാരെന്ന് പറയുന്നത് രാമനാമടത്തിപ്പിള്ളയും മാർത്താണ്ഡമടത്തിപ്പിള്ളയും ഒന്നുമല്ല. അതിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ നമുക്ക് പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കാർത്തിക തിരുനാൾ, സ്വന്തം സഹോദരിയായ കാർത്തിക തിരുനാൾ തമ്പുരാട്ടിയെയും 6 വയസ്സുള്ള മകനെയും ഇവിടെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ചു. ഇത് റാണിയുടെ മന്ത്രിമാരായ വഞ്ചിമുട്ടം പിള്ളയും സംഘവും അറിയുന്നു. അതുപോലെ തന്നെ നെടുമങ്ങാടിൻ്റെ സർവ്വസൈന്യാധിപനായ കരകുളത്ത് പിള്ളയും അറിയുന്നു. അങ്ങനെ വഞ്ചിമുട്ടം പിള്ളയും കരകുളത്ത് പിള്ളയും ഒക്കെ കൂടി ചെന്ന് നേരെ കൊട്ടാരത്തിൽ ചെന്ന് തടവിൽ വെച്ചിരുന്ന സ്വന്തം മാർത്താണ്ഡവർമ്മയുടെ സ്വന്തം സഹോദരിയെയും മകനെയും അവിടെ നിന്ന് റിലീസ് ചെയ്ത് തിരിച്ച് ആറ്റിങ്ങൽ കൊണ്ടുവന്ന് പാർപ്പിക്കുന്നു. അങ്ങനെ മാർത്താണ്ഡവർമ്മയുടെ ആറ്റിങ്ങൽ കീഴടക്കാനുള്ള ആദ്യത്തെ ശ്രമം പാളി. അവിടെ കൊണ്ട് തീർന്നില്ല മാർത്താണ്ഡവർമ്മ. അപ്പോൾ ഇതിനിടയിൽ മറ്റൊരു സംഭവം നടന്നത്, കൊല്ലത്തെ രാജാവ് കായംകുളത്ത് നിന്ന് ഒരു കുട്ടിയെ ദത്തെടുത്തു. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതാണ് 1662 ദത്ത് കരാർ. അതിനനുസരിച്ചാണെങ്കിൽ ഈ 4 കുടുംബങ്ങളിൽ നിന്ന് ദത്തെടുക്കാവൂ. എവിടെ ആൾ തികയാതെ വന്നാലും കൊല്ലത്തിന് ദത്തെടുക്കണമെങ്കിൽ നെടുമങ്ങാട്ട് നിന്നോ തിരുവനന്തപുരത്തെ തൃപ്പാപ്പൂരിൽ നിന്നോ അതല്ലെങ്കിൽ കൊട്ടാരക്കര നിന്നോ വേണം ദത്തെടുക്കാൻ. അല്ലാതെ പുറത്ത് നിന്ന് ദത്തെടുക്കാൻ പറ്റില്ല. പുറത്ത് നിന്ന് ദത്തെടുക്കണം, ഇവരുടെ അനുവാദം വേണം. അങ്ങനെ അനുവാദമില്ലാതെ കായംകുളത്ത് നിന്നും ദത്തെടുത്തത് മാർത്താണ്ഡവർമ്മയ്ക്ക് കൊല്ലത്തിനെ ആക്രമിക്കാനുള്ള ഒരു പഴുതായി. അങ്ങനെ കൊല്ലം കായംകുളത്ത് നിന്ന് ദത്തെടുത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം നേരെ കൊല്ലത്തേക്ക് യാത്രയായി. അപ്പോൾ ആറുമുഖം പിള്ളയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അന്ന് രാമയ്യൻ ദളവ രംഗത്ത് വന്നിട്ടില്ല. ആറുമുഖം പിള്ള എന്ന് പറയുന്ന ദളവയുടെ നേതൃത്വത്തിൽ പടയോട്ടം നടത്തുന്നു. അങ്ങനെ കൊല്ലത്തേക്കുള്ള പടയോട്ടം നേരെ പേരൂർക്കടയെത്തുന്നു. പേരൂർക്കടയിൽ വെച്ച് ഈ പടയോട്ടത്തെ ചെറുക്കുന്നതിന് നെടുമങ്ങാടിൻ്റെ ക്ഷാത്രവീര്യം തുളുമ്പുന്ന കരകുളത്ത് പിള്ളയും സംഘവും അവിടെ ചെറുക്കുകയും അങ്ങനെ അവിടെ വെച്ച് ആ ഏറ്റുമുട്ടലിൽ കരകുളത്ത് പിള്ള പരാജയപ്പെടുകയും ആ കരകുളത്ത് പിള്ളയെ പരസ്യമായി കഴുത്തറുത്ത് കൊല്ലുകയും ചെയ്തു. ആ സ്ഥലത്തിൻ്റെ പേര് പുത്തൻചന്തയാണ്. ആ പുത്തൻചന്ത എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് ഒരു പള്ളിയുണ്ട്. ആ പേരൂർക്കട വളവിൽ ഒരു പള്ളിയുണ്ട്. ഉള്ളിലേക്ക് കയറി ഒരു പള്ളിയുണ്ട്. കാര്യം ആ സ്ഥലം നട്ടുച്ചയ്ക്ക് കൊലപാതകം നടന്ന ആ സ്ഥലത്ത് കൂടി മനുഷ്യൻ പോലും നടക്കാതെ ആളുകൾ ഭയന്നിരുന്നൊരു കാലമാണ്. അതായത് കരകുളത്ത് പിള്ളയുടെ പ്രേതം ആളുകളെ ഉപദ്രവിക്കുന്നു എന്നുള്ളൊരു പേരും ഒക്കെ അതിനകത്ത് അന്ന് കഥകളൊക്കെ അന്ന് പ്രചരിച്ചിരുന്നു. അതങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ മനുഷ്യർ പോലും അടുക്കാൻ പഠിക്കുന്നൊരു കാലത്താണ് ക്രിസ്തുമത വിശ്വാസികൾ വന്ന ആ സ്ഥലം രാജാവിൽ നിന്ന് പതിച്ചു വാങ്ങുകയും അവിടെ പള്ളി സ്ഥാപിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ കൊല്ലത്തേക്ക് പോകുന്നു. നേരെ ഇദ്ദേഹം കൊല്ലം ആക്രമിക്കുന്നു. അപ്പോൾ കൊല്ലം ആക്രമിച്ചു. അന്ന് കൊല്ലത്തെ രാജാവ് ഉണ്ണിക്കേരളവർമ്മയാണ്. ഉണ്ണിക്കേരളവർമ്മയ്ക്ക് ഇതിനെ നേരിടാൻ തക്കെയുള്ള ശേഷിയോ ക്ഷേമിഷിയോ ഇല്ല. കേരളവർമ്മ കീഴടങ്ങി. തിരുവിതാംകൂറിന് ആറുമുഖം പിള്ളയുടെ കീഴിൽ സൈന്യത്തിൻ്റെ മുമ്പിൽ അടിയറവ് പറഞ്ഞു. അങ്ങനെ കൊല്ലം തിരുവിതാംകൂർ പിടിച്ചെടുത്തു. ഉണ്ണിക്കേരളവർമ്മയെ പിടിച്ചുകെട്ടി തിരുവനന്തപുരത്തുണ്ടെന്ന് വീട്ടുതടങ്കലിൽ പാർപ്പിച്ചു. ആറുമുഖം പിള്ള കൊല്ലത്തിൻ്റെ ഭരണാധികാരിയായി മാറുകയും ചെയ്തു. പക്ഷേ തിരുവനന്തപുരത്ത് എത്തിയ ഉണ്ണിക്കേരളവർമ്മ അദ്ദേഹത്തിന് കാവൽ നിന്ന പിള്ളമാരെയും പ്രമാണിമാരെയും ഒക്കെ സ്വാധീനിച്ച് അവിടെ നിന്ന് പുറത്ത് ചാടി അദ്ദേഹം വീണ്ടും കൊല്ലത്തേക്ക് പോകുന്നു. കൊല്ലത്ത് ചെന്ന് ഡച്ചുകാരുടെ പിന്തുണയോടുകൂടി, അന്ന് ഡച്ചുകാർ തിരുവിതാംകൂറിനെതിരാണ്. അന്ന് ഡച്ചുകാർ കായംകുളവുമായി ഏറ്റവും അടുത്ത് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നൊരു കാലമാണ്. അതുകൊണ്ട് തന്നെ കായംകുളത്തിൻ്റെ സ്വാധീനം കൊണ്ട് ഡച്ചുകാർ നേരെ ഈ തടവ് ചാടി കൊല്ലത്തെത്തിയ
ഉണ്ണിക്കേരളവർമ്മയെ സഹായിച്ചു. അപ്രതീക്ഷിതമായ അവരുടെ പടനീക്കത്തിൽ പകച്ചുപോയ ആറുമുഖംപിള്ള, അതായത് മാർത്താണ്ഡവർമ്മയുടെ ദളവ, അവിടുത്തെ ഗവർണറായി ഭരണം നടത്തിയിരുന്ന ആറുമുഖംപിള്ള പിൻവാങ്ങി നേരെ തിരുവനന്തപുരത്തേക്ക് പോരുകയും ചെയ്തു. അപ്പോൾ ഡച്ചുകാരും കായംകുളവും കൂടിയാണ് നമ്മുടെ കൊല്ലം ഭരിച്ചിരുന്ന, അല്ലെങ്കിൽ കൊല്ലത്തെ ഗവർണറായിരുന്ന ആദിത്യവർമ്മയെ തുരത്തി തിരുവിതാംകൂറിലേക്ക് അയച്ചത്. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ ദേഷ്യവും മാർത്താണ്ഡവർമ്മയുടെ ശത്രുതയും കായംകുളത്തിനോടാണ് കൂടിയത്. കാരണം കായംകുളത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ് ഡച്ചുകാർ ഈ വിഷയത്തിൽ ഇടപെട്ടത്. അതുകൊണ്ട് കായംകുളത്തിനെ ആക്രമിക്കാൻ അദ്ദേഹം പദ്ധതിയിട്ടു. പക്ഷേ കായംകുളത്തേക്ക് എങ്ങനെ പോകും? 2-3 വഴി, ആകെ 3 വഴികളേ ഉള്ളൂ. ഒന്ന് കൊല്ലം വഴി പോവുക, നടക്കില്ലത്. കാര്യം കൊല്ലം വഴി പോകണമെങ്കിൽ കൊല്ലത്തെ ഡച്ചുകാരുടെ സേനയെ കടന്നു വേണം പോകാൻ, നടക്കില്ല. പിന്നുള്ളത് കൊട്ടാരക്കര വഴിയാണ്. കൊട്ടാരക്കര വഴി പോകണമെങ്കിൽ നെടുമങ്ങാട് കീഴടങ്ങണം. മൂന്നാമതൊരു വഴിയുള്ളത് കടൽ മാർഗം പോവുക എന്നുള്ളതാണ്. അപ്പോൾ കടൽ മാർഗം പോവുക എന്ന് പറയുന്നത് കടൽ സൈന്യം തിരുവിതാംകൂറിന് നാമം മാത്രമാണ്, ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ട് അത് പ്രായോഗികമല്ല. കൊല്ലം വഴി പോകാൻ പറ്റില്ല, കാരണം കൊല്ലത്ത് ഡച്ചുകാരും കൊല്ലത്തെ പടയാളികളുമൊക്കെ അവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് കൊട്ടാരക്കര വഴി പോവുക. കൊട്ടാരക്കര പോകണമെങ്കിൽ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് നെടുമങ്ങാടാണ്. നെടുമങ്ങാട് കീഴടങ്ങണം. നെടുമങ്ങാടിനെ കീഴടക്കാൻ പട വരേണ്ടത് കൽക്കുളത്ത് നിന്നാണ്, അതായത് പത്മനാഭപുരത്തു നിന്ന്. പത്മനാഭപുരത്ത് നിന്ന് പടനീക്കം തുടങ്ങി. അപ്പോൾ പത്മനാഭപുരത്തെ പടയാളികളുടെ കുലദേവത, ഇതിൻ്റെ തെളിവ് നമുക്ക് ലഭ്യമാണ്. പത്മനാഭപുരത്തുള്ള നായർ പടയാളികളുടെ കുലദേവത എന്ന് പറയുന്ന മേലാങ്കോട്ടമ്മയാണ്. അപ്പോൾ മേലാങ്കോട്ടമ്മയുടെ പ്രതിഷ്ഠകൾ നമുക്ക് ഈ പത്മനാഭപുരം മുതൽ ഏകദേശം കൊട്ടാരക്കര വരെ നമുക്ക് കാണാൻ പറ്റും. ഏകദേശം 8-9 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു മേലാങ്കോട്ടമ്മ. അത് നമുക്ക് നെയ്യാറ്റിൻകര മേലാങ്കോട്ടമ്മയുണ്ട്. നെയ്യാറ്റിൻകരയിൽ നിന്ന് കുറച്ചിങ്ങോട്ട് പെരുമ്പഴുതൂരുണ്ട്. പെരുമ്പഴുതൂരിൽ നിന്ന് കുറച്ചിങ്ങോട്ട് വരുമ്പോൾ കാട്ടാക്കടയുണ്ട്. കാട്ടാക്കടയിൽ നിന്ന് വരുമ്പോൾ വെള്ളനാട്ടുണ്ട്. വെള്ളനാട്ടിൽ നിന്ന് വരുമ്പോൾ നെടുമങ്ങാട്ടുണ്ട്. നെടുമങ്ങാട്ടിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ ആനാടിനടുപ്പിച്ചുണ്ട്. അത് കഴിഞ്ഞ് പാലോട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മേലാങ്കോടുകളുണ്ട്. ഈ മേലാങ്കോടുകൾ എന്ന് പറയുന്നത് മുഴുവൻ മാർത്താണ്ഡവർമ്മയുടെ പടയാളികളുടെ രാത്രികാല സെറ്റിൽമെൻറ്റുകളാണ്. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ഈ പട നീക്കം നടക്കുന്നത് അന്ന് ഈ വഴി ഇല്ല. അപ്പോൾ മാർച്ച് ചെയ്ത് ലെഫ്റ്റ് റൈറ്റ് അടിച്ചൊന്നും അല്ല പോകുന്ന, വരിയായിട്ടാണ് പോകുന്നത്. പലയിടത്തും വഴിയില്ല. അതുകൊണ്ട് ആദ്യം പോകുന്നത് വഴിവെട്ടുകാരാണ്. അത് കഴിഞ്ഞ് പുറകെ പോകുന്നത് അമ്പും വില്ലും ഏന്തുന്നവരാണ്. മൂന്നാമത് പോകുന്നത് വാള് ഏന്തുന്ന വാൾപ്പടയാണ്. അത് കഴിഞ്ഞ് പല്ലക്കൽ പോകുന്നത് ഈ പട നായകനാണ്. ഈ പട നയിക്കുന്ന ആളാണ് പല്ലക്കൽ, ഈ വാളും കൊണ്ടുപോകുന്നവരുടെ പുറകെ. അതിൻ്റെ പുറകെ പോകുന്നത് കവണയാണ്. അതായത് നമ്മൾ ഈ തെറ്റാടി എന്നൊക്കെ പറയുന്ന കവണ വെച്ച് കല്ല് വെച്ചടിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതും പഴയ ആയുധങ്ങളിലൊന്നാണ്. അവരാണ് അതിൻ്റെ പുറകെ പോകുന്നത്. ഇനി വളരെ കൗതുകകരമായൊരു കാര്യം, ഈ പല്ലക്കൽ പോകുന്ന പടനായകൻ്റെ തൊട്ട് പുറകെ 2 കുട്ടികൾ പോകും. ഈ 2 കുട്ടികളുടെ ജോലി എന്ന് പറയുന്നത് പടനായകന് മുറുക്കാൻ ഇടിച്ചു കൊടുക്കുന്ന ബാലന്മാരാണ്. അവർക്ക് മുറുക്കാൻ ഇടിച്ച് കൊടുക്കുന്ന 2 ബാലന്മാരെ കൂടി കൊണ്ടുപോകും. ഇതിനെക്കുറിച്ച് കെ.എം. മണിക്കർ വളരെ ഭംഗിയായി തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകളിലൊക്കെ അദ്ദേഹം അത് രേഖപ്പെടുത്തും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അപ്പോൾ ഒരു ദിവസത്തെ പടനീക്കം എന്ന് പറയുന്നത് പരമാവധി പോയ 8-9 കിലോമീറ്ററാണ്. കാരണം വഴിവെട്ടണം, നടന്നാണ് വരേണ്ടത്. അപ്പോൾ ദുർഘടമായ വഴിയിലൂടെ വരുമ്പോൾ വൈകുന്നേരമാണ്. ഈ ധർമ്മയുദ്ധത്തിൽ സൂര്യൻ ഉദിച്ച് കുളിച്ച് കുറിയിട്ടതിന് ശേഷമാണ് യുദ്ധം തുടങ്ങുക. സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ യുദ്ധം പാടില്ല. അപ്പോൾ ഇതിനാകപ്പാടെ കിട്ടുന്ന ഈ പകൽ സമയം മാത്രമാണ്. രാത്രി ആയാൽ എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യണം. അതിനവർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഒരു കല്ലെടുത്ത് വെച്ച് അത് ദേവിയായി, മേലാങ്കോട്ട് ദേവിയായി സങ്കല്പിച്ച് അവിടെ വാളും പരിചയവും ഒക്കെ വെച്ചിട്ട് അവിടെ കിടന്നുറങ്ങും. പിറ്റേന്ന് കാലത്ത് എഴുച്ച് കുളിച്ച് വീണ്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഈ പടനീക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ ചില മേലാങ്കോടുകൾ, അടുത്തടുത്ത മേലാങ്കോടുകൾ കാണും. ഈ മേലാങ്കോടുകൾ എന്ന് പറയുന്നത് ഈ പട്ടാളത്തുകാർ ക്യാമ്പ് ചെയ്ത മേലാങ്കോടുകളാണ് യഥാർത്ഥ മേലാങ്കോടുകൾ. അതിൻ്റെ ഉടമസ്ഥരുടെ കുടുംബങ്ങൾ വിഭജിച്ച് പോകുമ്പോൾ ഈ പിരിഞ്ഞു പോകുന്നവരൊക്കെ കൊണ്ടുവന്ന് അവിടെ ആയിട്ട് മേലാങ്കോടുകൾ സ്ഥാപിക്കുക. അങ്ങനെയാണ് ഈ നിരവധി മേലാങ്കോടുകൾ വന്നത്. യഥാർത്ഥ പടയോട്ടം നടന്നിടത്തുള്ള മേലാങ്കോട് നമ്മൾ അളക്കുമ്പോൾ അറിയാം, കൃത്യമായി 8 മുതൽ 11 കിലോമീറ്ററിനിടയ്ക്കായിരിക്കും ഒരു മേലാങ്കോട് ഉണ്ടാവുക. അതൊരു പ്രധാന റോഡിൻ്റെ സൈഡുകളിലായിരിക്കും. നമുക്കത് നോക്കുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവും. അങ്ങനെ
കൊല്ലത്തേക്ക് പിന്നെ കായംകുളം പിടിച്ചടക്കുന്നതിന് വേണ്ടിയുള്ള പടനീക്കമാണ്. ഇനി കായംകുളവുമായിട്ടുള്ള യുദ്ധമാണ്. അത് അടുത്ത എപ്പിസോഡിൽ.